ഈ കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയ അന്ന് തന്നെ ഒരു ക്യാപ്റ്റൻ അബയൻസ് വെക്കാൻ സാധിക്കുമോ? അതുമായി ബന്ധപ്പെട്ട് ഈ വനം വകുപ്പിൽ തന്നെ ഇവരുടെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫയൽ പിടിച്ചു വെച്ചു. ഇതിൽ എന്ത് അന്വേഷണം നടക്കാനാ? മരിച്ച ആളെ പേരിൽ ഓപ്ഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ റീടെൻഡർ നടത്തുന്നതിന് പകരം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു എഗ്രിമെന്റ് പോലും വെക്കാത്തൊരു സാഹചര്യത്തിൽ അതിലെന്താ ചെയ്യേണ്ടത്? റീടെൻഡർ ചെയ്യാൻ വേണ്ടത്. എന്നിട്ട് അത് പിടിക്കപ്പെട്ടപ്പോഴോ തൊട്ടടുത്തുള്ള എസ്റ്റേറ്റുകളിൽ നിന്നാണ് അത് മരം മുറിച്ച് ഇതാണ് മുറിച്ച മരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഹാജരാക്കിയിരിക്കുന്നത്. നമസ്കാരം. വയനാട് കേരളത്തിലെ ഏറ്റവും പ്രകൃതി രമണീയമായ പ്രദേശങ്ങളിൽ ഒന്നാണ്. നിരവധി വനങ്ങളും വനത്തിനോട് ചുറ്റപ്പെട്ട പ്രദേശവും എല്ലാം അടങ്ങുന്ന വയനാട്ടിൽ നടക്കുന്നത് ലക്ഷങ്ങളുടെ വനം കൊള്ളയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് ഉയരുന്ന ആരോപണം. വയനാട്ടിലെ കൽപ്പറ്റ റേഞ്ചിൽപ്പെടുന്ന സുഗന്ധഗിരി കാർഡിമം പ്രൊജക്ടിനായിട്ട് വിട്ടു നൽകിയ സ്ഥലത്ത് ഏകദേശം 106ഓളം മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വൻ ക്രമക്കേട് നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഷാജർ റാഫത്താണ്. ഇപ്പോൾ ഈ സുഗന്ധഗിരി കാർഡിമം പ്രൊജക്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള മരമുറി കേസിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ആരോപിക്കുന്നത് അല്ലേ? എന്താണ് ഇതിന്റെ അടിസ്ഥാനം? ഇത് വലിയ തട്ടിപ്പ് നടക്കാനുള്ള പ്രധാന കാരണം ഈ ഓപ്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ അന്നത്തെ DFO സജിന DFO വളരെ വളരെ പ്ലാനോട് കൂടിയിട്ടാണ് ഈ ഒരു ലേലം നടത്തിയിരിക്കുന്നത്. ഞാൻ പറയാൻ കാരണം ഈ ഓപ്ഷൻ വയ്ക്കുന്ന തീയതി 19/10/2023. പക്ഷെ ഏത് ഓപ്ഷൻ നടക്കുകയാണെങ്കിലും ഗവൺമെന്റിന്റെ ഉത്തരവ് അങ്ങനെയാണല്ലോ. കാരണം ഏത് ഓപ്ഷൻ നടക്കുകയാണെങ്കിലും തലേ ദിവസം EMD അടവാക്കണം. ഈ ഓപ്ഷനുമായി ബന്ധപ്പെട്ട് എടുത്ത് പരിശോധിച്ച് നോക്കട്ടെ ഉദ്യോഗസ്ഥന്മാർ. ആ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും 18-ാം തീയതി ആരും EMD അടച്ചിട്ടില്ല. EMD അടവാക്കിയിട്ടില്ല എന്ന് പൂർണ്ണമായ ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ സജിനയുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചിട്ട് ഇതിൽ EMD അടക്കാൻ പറയാം. ഓപ്ഷൻ നടക്കുന്ന തീയതി അതായത് 19-ാം തീയതി. 19-ാം തീയതി EMD അടക്കുന്നു, ഓപ്ഷൻ തീയതി തന്നെ അടക്കുന്നു. അന്ന് തന്നെ എന്താകുന്നു, മറ്റുള്ള ആരും ഓപ്ഷന് പങ്കെടുക്കുന്നില്ല. ഈ സെയിൽ ഓർഡറും കൊടുക്കുന്നു. സെയിൽ ഓർഡർ കൊടുക്കണമെങ്കിൽ 35% പണം അടക്കണം. ഓപ്ഷൻ തുകയുടെ 35% പണം അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസമോ അടച്ചാൽ മാത്രമേ സെയിൽ ഓർഡർ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ സജിന 19-ാം തീയതി തന്നെ EMD അടവാക്കുന്നു. അന്ന് തന്നെ എന്ത് കൊടുക്കുന്നു? സെയിൽ ഓർഡർ കൊടുക്കുന്നു. 21-ാം തീയതി ഇദ്ദേഹം മരണപ്പെടുന്നു. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് യാതൊരു കരാറും ഏർപ്പെട്ടിട്ടില്ല. അതായത് ഈ ടെൻഡർ എടുത്ത വ്യക്തിയാണോ മരണപ്പെട്ടത്? ടെൻഡർ എടുത്ത വ്യക്തി. ഇദ്ദേഹം എവിടെയാ? 18-ാം തീയതി തന്നെ അദ്ദേഹം ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ബോധരഹിതനായി അഡ്മിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ 18-ാം തീയതി അദ്ദേഹം ഓപ്ഷന്റെ തലേ ദിവസം അദ്ദേഹം EMD അടവാക്കുന്നില്ല. ഓപ്ഷന്റെ തീയതി അന്ന് തന്നെ EMD അടവാക്കുന്നു. ഇദ്ദേഹം ഹോസ്പിറ്റലിലാണ്. അന്ന് തന്നെ 21-ാം തീയതി അദ്ദേഹം മരണപ്പെടുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരിൽ ഓപ്ഷൻ എന്താക്കുന്നു? കൺഫേം ചെയ്യുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത്? അപ്പൊ ഇത് തന്നെ വലിയ തട്ടിപ്പല്ലേ? ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്നത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തി ഇവരെ സസ്പെൻഡ് ചെയ്യാൻ നടപടി സ്വീകരിക്കാൻ പറഞ്ഞതാണ്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ സസ്പെൻഡും ചെയ്തു. പക്ഷേ സുഗന്ധഗിരി മരമുറിയിൽ 24 മണിക്കൂർ കൊണ്ട് ആ സസ്പെൻഷൻ ക്യാപ്റ്റൻ അബയൻസ് ആക്കി. ഈ കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയ അന്ന് തന്നെ ഒരു ക്യാപ്റ്റൻ അബയൻസ് വെക്കാൻ സാധിക്കുമോ? അത്രയും സ്വാധീനമായി ഇവർക്കുള്ളത്. അതുകൊണ്ട് ഇതിൽ കൃത്യമായി മറ്റുള്ള കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട് ഞാൻ വളരെ വിശദമായിട്ടുള്ള ഒരു പരാതി ആർക്ക് നൽകിയിട്ടുണ്ട്? വനം വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ഷിബു ബേബി ജോണിനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഇത് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇത് ഇമ്മീഡിയറ്റ് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഉത്തരവിറക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 10/6/2026 ഈ പരാതി ഇപ്പൊ APCCF വിജിലൻസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥയുടെ പേര് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. മുൻപ് നമ്മൾ ഇടപെട്ടൊരു വിഷയം ഉണ്ടായിരുന്നു, ചെമ്പ്രയിലെ ഒരു ടിക്കറ്റ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിവാദം. അതിനകത്തും ആരോപണ വിധേയമായിട്ടുള്ളത് ഇതേ ഉദ്യോഗസ്ഥ തന്നെയാണ്. വലിയ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്.
ചെമ്പ്രയുമായി ബന്ധപ്പെട്ട് ഈ വനം വകുപ്പ് അന്വേഷണം നടത്തിയിട്ട് എന്താ പറഞ്ഞത്, മേജർ പണിഷ്മെന്റിന് ശുപാർശ ചെയ്തിരിക്കുന്നതാ. അതുമായി ബന്ധപ്പെട്ട് ഈ വനം വകുപ്പിൽ തന്നെ ഇവരുടെ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫയൽ പിടിച്ചു വെച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബഹുമാന്യനായ അന്നത്തെ MLA K. ബാബു സർ ഇത് നിയമസഭയിൽ കൊണ്ടുവന്നു. അന്ന് വനം വകുപ്പ് മന്ത്രി പറഞ്ഞതാ നടപടി എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു നടപടിയുമില്ല. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ കേസ് ഫയൽ ചെയ്യാനുള്ള ഒരു നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ചെമ്പ്രയുമായി ബന്ധപ്പെട്ട കേസ് ഞാൻ ഫയൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ സുഗന്ധഗിരി മരം മുറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഒരു പരാതിയുടെ നിലവിലെ അവസ്ഥയാണ് ഇതിൽ എന്ത് അന്വേഷണം നടക്കാനാ? മരിച്ച ആളെ പേരിൽ ഓപ്ഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ റീടെൻഡർ നടത്തുന്നതിന് പകരം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു എഗ്രിമെന്റ് പോലും വെക്കാത്തൊരു സാഹചര്യത്തിൽ അതിലെന്താ ചെയ്യേണ്ടത്? റീടെൻഡർ ചെയ്യാൻ വേണ്ടത്. ആ റീടെൻഡർ നടത്താതെ ഇത് മരം മാഫിയക്ക് വേണ്ടി ഈ മരങ്ങൾ കൊള്ളയടിക്കുന്നതിന് വേണ്ടി സർക്കാരിന് വമ്പിച്ച് നഷ്ടം വരുത്തുന്നതിന് വേണ്ടി അവർ മരം മാഫിയകളുമായി ബന്ധപ്പെട്ട് കരാറിൽ ഏർപ്പെടുന്നു. എന്നിട്ട് അത് പിടിക്കപ്പെട്ടപ്പോഴോ തൊട്ടടുത്തുള്ള എസ്റ്റേറ്റുകളിൽ നിന്നാണ് അത് മരം മുറിച്ച് ഇതാണ് മരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഹാജരാക്കിയിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, പൊതുസമൂഹത്തോട് പറയുന്നു, അവിടെ പിടിക്കപ്പെട്ടിട്ടുള്ള മുറിച്ച മരമെന്ന് ഇവർ പറയുന്ന ആ മരവും അവിടെയുള്ള കുറ്റിയും പരിശോധിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഈ മരങ്ങൾ വ്യത്യസ്തമാണ്. കൽപ്പറ്റ റേഞ്ചിൽ ഉൾപ്പെടുന്ന സുഗന്ധഗിരി കാർഡിമം പ്രൊജക്ടിന് വേണ്ടി ഏകദേശം 106ഓളം മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ലേലത്തിലാണ് ഇത്തരത്തിൽ വലിയ ക്രമക്കേട് നടന്നതായി ആരോപണം ഉയരുന്നത്. ഇതുപ്രകാരം ഈ ലേലം നടക്കുന്നത് 19/10/2023 എന്നാൽ നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് ലേല തീയതിക്ക് തൊട്ട് മുൻപത്തെ ദിവസം വൈകുന്നേരം 6 മണിക്ക് മുൻപായിട്ട് ടെൻഡറുകൾ സമർപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ അതിനകം തന്നെ ആരും ടെൻഡറുകൾ സമർപ്പിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. പിന്നീട് 19-ാം തീയതിയാണ് ടെൻഡർ സമർപ്പിക്കുന്നത്. അത് കോഴിക്കോട് സ്വദേശിയായ ഒരു ജയരാജൻ എന്ന വ്യക്തിയാണ് ഇത് പ്രകാരം ഈ ലേലം പിടിക്കുന്നത്. എന്നാൽ ഇതേ ജയരാജൻ 21/10/2023 മരണപ്പെടുന്നു. നിലവിൽ ഇത്തരത്തിൽ ആരെങ്കിലും ലേലം പിടിച്ച വ്യക്തി മരണപ്പെടുകയാണെങ്കിൽ അത് പുനർലേലം, അതായത് വീണ്ടും ലേലം നടത്തേണ്ടതുണ്ട്. എന്നാൽ അത് ഇവിടെ നടപ്പിലാകുന്നില്ല. പിന്നീട് ഇതേ ജയരാജന്റെ പേരിൽ തന്നെ 28/10/2023 തുടർന്ന് 2024 ജനുവരി മാസത്തിലും തുക അടച്ചതായിട്ടുള്ള രസീദും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇതെല്ലാമാണ് ഇതിന് പിറകിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണത്തിലേക്ക് നയിക്കുന്നത് എന്നാണ് ഷാജർ അറാഫത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. തന്നെയാലും ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് ഏകദേശം 28 ലക്ഷത്തോളം രൂപ വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ വനമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ് അദ്ദേഹം. കോഴിക്കോട് നിന്ന് നിഖിൽ കാടത്ത്, മറുനാടൻ മലയാളി.